പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലത്തേക്ക് വേക്കൻസി ഇല്ല. ഇപ്പോഴത്തെ ജെൻസി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓറയാണ് പുള്ളി. എക്സാം എഴുതുന്നു, പൊട്ടുന്നു. ഐ വാസ് ലൈക്ക്, അപ്പോൾ ഇതിപ്പോഴൊന്നും തീരൂലേ? സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് എനിക്കൊരു കോൾ വന്നു എന്നാണ്. അത് ശരിക്കും ഒരു റിട്ടേൺ കോൾ ആയിരുന്നു. എപ്പിസോഡ് നമ്പർ 4 ഞാനൊരു സാറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് എനിക്ക് വേണ്ട കോച്ചിങ് ഒക്കെ തന്ന് എനിക്ക് ബേസിക്സ് എല്ലാം പഠിപ്പിച്ചു തന്ന് എന്നെ IPCC ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. പുള്ളിക്കാരൻ ഒരു ലെക്ചർ ആയിരുന്ന സെയിം സമയത്ത് തന്നെ പുള്ളിക്കാരൻ ഒരു പ്രാക്ടീസിങ് CAയും കൂടെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ഒരു ഫേവർ ആയിട്ട് ചോദിച്ചു, സാറിൻ്റെ ഫേമിൽ ഒരു ആർട്ടിക്കിളായിട്ട് എന്നെ എടുക്കുമെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലത്തേക്ക് വേക്കൻസി ഇല്ല, പിന്നെ മാത്രമല്ല എനിക്ക് ഇവിടെ അത്രയ്ക്ക് വർക്കൊന്നുമില്ല, അപ്പോൾ നിനക്ക് വേണ്ടുന്ന എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സ്കില്ലോ നിനക്ക് ഇവിടെ നിന്ന് കിട്ടത്തില്ല. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു നീ പേടിക്കണ്ട, ഞാൻ എൻ്റെ കോൺടാക്ട്സുമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ ഞാനത് പറയാം. പുള്ളിക്കാരൻ അന്ന് വിളിച്ച കോളിൽ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ പുള്ളിക്കാരൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത ഒരു ഫേം ഉണ്ട്, അതായത് പുള്ളിക്കാരൻ്റെ പ്രിൻസിപ്പളിൻ്റെ ഫേമിൽ, ആ ഫേമിൽ വേക്കൻസി ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ അറിഞ്ഞത്. സോ പുള്ളിക്കാരൻ സാറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എന്നെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു രൂപം കൊടുത്തിട്ടുണ്ട്, ബാക്കി നീ വിളിച്ച് സംസാരിക്കും. സാറിൻ്റെ നമ്പറും എനിക്ക് ഫോർവേഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് സാറിനെ വിളിക്കും, എന്നിട്ട് നീ കാര്യം പറ, നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ഫേമിൽ കിട്ടും. സോ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു. സാർ ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു സാർ എൻ്റെ പേര് ആനന്ദ്, ഞാനിങ്ങനെ മറ്റേ സാർ പറഞ്ഞിട്ട് വിളിക്കുവാണ്. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനന്ദ് ഇപ്പം 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുവാണല്ലേ വേറൊരു ഫേമിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ സാറിങ്ങനെ കുറച്ച് നേരം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു, IPCCയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ട് സാറിങ്ങനെ ചോദിച്ചു എന്തായിരുന്നു മറ്റേ ഫേമിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ മൊത്തം കഥയും കുറച്ച് ചുരുക്കി സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇൻ മൈ മൈൻഡ് ഐ ഡിഡ് നത്തിങ് റോങ്. സോ നമ്മളൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. സാറ് ഫുൾ കഥ കേട്ടു. എന്നിട്ട് സാറ് പറഞ്ഞു ആനന്ദ്, ഞാനിപ്പോൾ ആനന്ദിൻ്റെ സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ, ഞാൻ ആനന്ദിൻ്റെ പഴയ പ്രിൻസിപ്പളിനെ വിളിക്കും, ഞങ്ങൾ സംസാരിക്കും, എന്നിട്ട് മാത്രമേ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ അങ്ങോട്ട് വിളിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞു സാർ എന്നെ വിളിച്ചു. സാർ എന്നിട്ട് ചോദിച്ചു ആനന്ദ് തിങ്കളാഴ്ച ഒന്ന് ഓഫീസ് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ വരാം. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് തിങ്കളാഴ്ച ഞാൻ സാറിൻ്റെ ഓഫീസിൽ ചെന്നു. സാറിൻ്റെ റൂമിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇപ്പോഴത്തെ ജെൻസി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓറയാണ് പുള്ളി. അപ്പോൾ പുള്ളിക്കാരൻ ഞാനും കൂടെ ഏകദേശം 1 മണിക്കൂർ അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞാൻ +2 എവിടെയാണ് പഠിച്ചത്, CAയിലോട്ട് എന്തുകൊണ്ടാണ് വന്നത്, IPCC എങ്ങനെ ഉണ്ടായിരുന്നു, മുമ്പത്തെ സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ സാറ് പറഞ്ഞു ഞാൻ മുമ്പത്തെ പ്രിൻസിപ്പളിനെ വിളിച്ച് ആക്ച്വലി സംസാരിച്ചായിരുന്നു. പുള്ളി ആനന്ദിനെക്കുറിച്ച് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ആനന്ദ് സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്, പിന്നെ കുറച്ച് ലോയൽറ്റിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഒട്ടും അഡ്ജസ്റ്റബിൾ അല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ അല്ല, ബിക്കോസ് ആനന്ദിന് ഇവിടെ നിൽക്കാൻ പറ്റിയ ആനന്ദിന് കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്ക് വേറൊരു ആർട്ടിക്കിളിനെ കിട്ടും. അപ്പോൾ സാറ് ചോദിച്ചു എന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 2014 ഓഗസ്റ്റ് എൻ്റെ ആർട്ടിക്കിൾഷിപ്പിൻ്റെ നെക്സ്റ്റ് ഫേസ് തുടങ്ങുകയാണ്. പിന്നുള്ള 2 വർഷം ഞാൻ ഈ ഫേമിലായിരുന്നു. ആൻഡ് ദാറ്റ് റിയലി ചേഞ്ച്ഡ് ദ എൻറ്റയർ കോഴ്സ് ഓഫ് മൈ ലൈഫ്. ഈ ഫേമിൽ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ലൈഫിൻ്റെ ട്രാക്കേ മാറിപ്പോയെന്നെ. ഈ സാറ് എനിക്കൊരു ട്രൂ മെൻറ്റർ ആയിരുന്നു. പുള്ളിക്കാരനെ എനിക്ക് തന്ന ലൈഫ് ലെസൺസ്, പുള്ളിക്കാരനെ എനിക്ക് തന്ന മോട്ടിവേഷൻ, പുള്ളിക്കാരനെ എനിക്ക് തന്ന പോസിറ്റീവ് എനർജി എനിക്ക് വേറെ ഒരിടത്തൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. സോ ദാറ്റ് റിയലി ചേഞ്ച്ഡ് മൈ ലൈഫ്. ഈ ഫേമിൽ എടുത്ത് പറയേണ്ട ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് വേറൊരു CA സാറുണ്ടായിരുന്നു, എൻ്റെ പ്രിൻസിപ്പളിൻ്റെ പാർട്ട്ണർ പോലെ. ഈ രണ്ടാമത്തെ CAയും ഞാനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. പണ്ട് എന്നെ IT ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 10 ദിവസം പഠിപ്പിച്ചിരുന്ന ഈ സാറാണ്. കോമഡിക്ക് കോമഡി, സീരിയസിന് സീരിയസ്, ലൈഫ് ലെസൺസ്, മോട്ടിവേഷൻ, നല്ല പൊളി ക്യാരക്ടറുള്ളൊരു മനുഷ്യനാണ്. പിന്നെ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി നൈസാണ്. പിന്നെ എൻ്റെ സീനിയർ കുറേ പേരുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിച്ചവരുണ്ടായിരുന്നു. മൊത്തത്തിൽ ആ ഫേം ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. ആർട്ടിക്കിൾഷിപ്പൊക്കെ ഇങ്ങനെ നന്നായിട്ട് നടന്നു പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന വേറൊരു പ്രോബ്ലം ഉണ്ട്. IPCC സെക്കൻഡ് ഗ്രൂപ്പ്. അറ്റ് ദിസ് പോയിന്റ് ഞാൻ IPCC ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ പാസ്സായിട്ടുള്ളൂ. IPCC സെക്കൻഡ് ഗ്രൂപ്പ് എൻ്റെ ഒറിജിനൽ പ്ലാൻ പ്രകാരം ആർട്ടിക്കിൾഷിപ്പിൻ്റെ കൂടെ ചെയ്യാമെന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഫേമിൽ ഞാൻ 1 വർഷം നിന്നപ്പോൾ തന്നെ 2 അറ്റംപ്റ്റ് ഞാൻ ചെയ്തു. ആ 2 അറ്റംപ്റ്റും ഞാൻ പാസ്സായില്ല. ആ സമയത്ത് ഞാൻ ഒരുപാട് ക്ലാസ്സസിന് ജോയിൻ ചെയ്തിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പിൽ 3 സബ്ജക്റ്റാണുള്ളത്: ഓഡിറ്റിംഗ്, ITSM, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. ഈ 3 സബ്ജക്റ്റിനും ഞാൻ ക്രാഷ് കോഴ്സസ് ചെയ്യാൻ പോകുമായിരുന്നു. ഓഡിറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ എപ്പിസോഡ് നമ്പർ 4 ചേച്ചിയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് പഠിപ്പിക്കുമായിരുന്നു ചേച്ചി. പിന്നെയും പഠിപ്പിച്ച് എനിക്ക് ഓഡിറ്റ് മൊത്തം ഭയങ്കര തറവായിരുന്നു. ITSM, IT പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു പൊളി ടീച്ചർ ഉണ്ടായിരുന്നു. മാമിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും മഗപ്പ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്കും മാം ഈസി ആയിട്ടാണ് അത് പറഞ്ഞു തരുന്നത്. നമ്മൾ ആ കോൺസെപ്റ്റ്സ് മാത്രം പഠിച്ചുകൊണ്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന് ഞാൻ വേറെ സാറിൻ്റെ അടുത്ത് ചെയ്യാൻ പോയി. ആ സാറും സൂപ്പറായിട്ട് പഠിപ്പിക്കുമായിരുന്നു. പ്രിപ്പറേഷൻസ് വാസ് ദെയർ. ഞാൻ ക്ലാസ്സസിനെല്ലാം അറ്റൻഡ് ചെയ്തു, നന്നായിട്ട് പഠിച്ചു, എക്സാം എഴുതി.
പൊട്ടും. എക്സാം എഴുതുന്നു, പൊട്ടുന്നു. അതിൻ്റെ ഏറ്റവും വലിയ മെൻ്റൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേമിൽ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ സീനിയേഴ്സ്, എൻ്റെ ജൂനിയേഴ്സ്, എൻ്റെ കൂടെ പഠിച്ചവർ എല്ലാം ഓരോരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും IPCC ക്ലിയർ ചെയ്ത് പോകും. ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും ഞാൻ മാത്രം പാസ്സാവത്തില്ല. അതൊരു വല്ലാത്തൊരു ഫ്രസ്ട്രേഷനും ഒരു ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കിയ സമയമായിരുന്നു അത്. ഓരോ പ്രാവശ്യം റിസൾട്ട് വരും, ഞാൻ ചെക്ക് ചെയ്യും, ഫെയിൽഡെന്ന് കാണും. ഒരു ദിവസത്തേക്ക് ഭയങ്കര മൂഡ് ഔട്ടായിരിക്കും, ഭയങ്കര ഡിപ്രഷനായിരിക്കും. ഈ ഡിപ്രഷനിൽ നിന്ന് വെളിയിൽ വരാനും അടുത്ത അറ്റംപ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ധൈര്യം എനിക്ക് തന്നത് മെയിൻ എൻ്റെ അമ്മ, എൻ്റെ ദെൻ ഗേൾ ഫ്രണ്ട് നൗ വൈഫ് പുള്ളിക്കാരി. പിന്നെ ഏറ്റവും മേജർ പങ്ക് വഹിച്ചത് എൻ്റെ സാറ് തന്നെയാണ്, എൻ്റെ പ്രിൻസിപ്പൾ. അതായത് ഓരോ അറ്റംപ്റ്റിൻ്റെ റിസൾട്ട് വരും, എല്ലാവരും ആ ആർട്ടിക്കിൾ ഷിപ്പിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാം പാസ്സാവും. പുള്ളിക്കാരൻ ഇങ്ങനെ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യും, ഞാൻ മാത്രം ഇങ്ങനെ എല്ലാവരും കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും. എല്ലാവരും പോയി കഴിഞ്ഞ് സാർ എന്നെ റൂമിലോട്ട് വിളിക്കും. അപ്പോൾ ഞാൻ സാറിൻ്റെ റൂമിൽ ചെന്ന് നിന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര കുറ്റബോധമാണ്. ലൈക്ക് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, ഓൾറെഡി 1 മാസം എടുത്തിട്ടാണ് ഞാൻ ഇത് പഠിച്ചത്, അപ്പം ഐ വേസ്റ്റഡ് ടൈം ഓൾസോ റൈറ്റ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു കുറ്റബോധത്തോടെ നിൽക്കുമ്പോൾ സാർ ഇങ്ങനെ വേറെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ലൈക്ക് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, സിനിമയെക്കുറിച്ച്, അങ്ങനത്തെ വേറെ കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യും. എന്നിട്ട് സാറ് കുറച്ച് മോട്ടിവേഷനും കൂടെ തരും. ഈ ഓരോ അറ്റംപ്റ്റ് തോക്കുമ്പോഴും ഇതൊരു സെറമണി ആയിട്ട് എല്ലാ അറ്റംപ്റ്റിനും ഉണ്ട്. അതെനിക്ക് തന്ന പോസിറ്റീവ് എനർജി ഭയങ്കര ഹൈ ആയിരുന്നു. നമ്മുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ടോക്സ് വഴിയൊക്കെ സാറിന് എന്നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ CAയോ ഈ ആർട്ടിക്കിൾഷിപ്പോ ഒന്നും അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ആർട്ടിക്കിൾഷിപ്പിന് സാർ എനിക്ക് അങ്ങനെ എടുത്താൽ പോകാത്ത വർക്കൊന്നും തരത്തില്ല. ഒരു കോൺസ്റ്റൻറ്റ് വർക്കാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടാക്സ് ഓഡിറ്റ് സീസണിലൊക്കെ നമ്മൾ ചത്ത് നിൽക്കും, അത് സാറിന് അറിയാം. എൻ്റെ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ഞാൻ ചത്ത് നിൽക്കും. ഇല്ലാത്ത സമയം ഞാൻ കുറച്ച് ലേസിയാണ്. അതുകൊണ്ട് തന്നെ സാർ എനിക്ക് കൂടുതൽ വർക്കൊന്നും അസൈൻ ചെയ്ത് തരാറില്ല. പിന്നെ സാറിൻ്റെ മനസ്സിൽ തോന്നിക്കാണും, അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളെ അടിച്ച് പിടിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു പണിയല്ലല്ലോ CA. അങ്ങനെ ആർട്ടിക്കിൾഷിപ്പ് ഒരു സൈഡിൽ കൂടെ, പ്രിപ്പറേഷൻസ് ഒരു സൈഡിൽ കൂടെ, അറ്റംപ്റ്റ്സ് ഒരു സൈഡിൽ കൂടെ, ഇതിങ്ങനെ മൂന്ന് ട്രാക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2016 ആകുമ്പം എൻ്റെ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് തീരേണ്ടതാണ്. പക്ഷേ അതൊരു ടാക്സ് ഓഡിറ്റിൻ്റെ സമയമായിരുന്നു. ഞാൻ അതുകൊണ്ട് സാറിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോൾ നവംബർ 2016 അറ്റംപ്റ്റിന് മുമ്പ് നമ്മുടെ ടാക്സ് ഓഡിറ്റിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ഒക്ടോബർ ആയപ്പം 1 മാസത്തെ ലീവ് വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു 1 മാസത്തെ ലീവായിട്ട് ചോദിക്കണ്ട, സാറിൻ്റെ അടുത്ത് പോയി ആർട്ടിക്കിൾഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം. ആർട്ടിക്കിൾഷിപ്പ് എൻഡ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പോകാം, എല്ലാം തീർക്കാമല്ലോ. സാറിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സാറ് ചോദിച്ചു, എന്ത് പറ്റി? അല്ല സാർ, നവംബർ 2016 ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്. ലീവ് വേണോ? ഒക്ടോബർ 1 തൊട്ട് ആനന്ദ് ലീവ് എടുത്തോ. ഞാൻ പറഞ്ഞു, അല്ല സാർ, ആർട്ടിക്കിൾഷിപ്പ് അല്ല, ആർട്ടിക്കിൾഷിപ്പ് തീർക്കണേൻ്റെ കാര്യം. അപ്പോൾ സാറിങ്ങനെ കുറച്ച് നേരം മിണ്ടാണ്ടിരുന്നിട്ട്, ആനന്ദ് ഒരു കാര്യം ചെയ്യും, ആദ്യം പോയി അറ്റംപ്റ്റ് ചെയ്തിട്ട് വാ, എന്നിട്ട് നമുക്ക് ആർട്ടിക്കിൾഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഐ വാസ് ലൈക്ക്, അപ്പോൾ ഇതിപ്പോഴൊന്നും തീരൂലേ? ശരി. ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പക്ഷെ ഞാൻ ആ ലീവ് എടുത്ത് ഞാൻ പോയി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. 1 മാസം ലീവുണ്ട്. അതിൽ ആദ്യത്തെ 10 ദിവസം ഉഴപ്പിക്കളഞ്ഞു, ഒന്നും പഠിച്ചില്ല. ഒരു ദിവസം എൻ്റെ നൗ വൈഫ് ദെൻ ഗേൾ ഫ്രണ്ട് പുള്ളിക്കാരി നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി. ബിക്കോസ് പുള്ളിക്കാരിക്ക് അറിയാം ഞാൻ ഭയങ്കര ഉഴപ്പാണ്, ഞാൻ ഒന്നും പഠിക്കുന്നില്ല, ഇങ്ങനെ പോയാൽ ഈ അറ്റംപ്റ്റ് ഗോവിന്ദ. അതുകൊണ്ട് പുള്ളിക്കാരി വന്ന് സ്ട്രൈറ്റ് ഫോർവേഡ് ഒറ്റ ചോദ്യം, നിനക്ക് എന്നെ കിട്ടാൻ വല്ല പ്ലാനും ഉണ്ടോ? നീ ഇങ്ങനെ ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ നീ എന്നാണ് IPCC പാസ്സായി CA ഫൈനലൊക്കെ എഴുതി എന്നെ കെട്ടാൻ പോണത്? അപ്പം ഞാൻ പറഞ്ഞു, എടാ പഠിക്കാം. അവൾ നേരെ എൻ്റെ കമ്പ്യൂട്ടറിൽ പോയി ഒരു എക്സൽ ഷീറ്റ് എടുത്ത് എനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തന്നു. അതായത് ഇത്ര നേരം ഇന്ന സബ്ജക്റ്റ് ഇന്ന ദിവസം കൊണ്ട് തീർത്തേ പറ്റൂ. എന്നിട്ട് പറഞ്ഞു, ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, എന്നെ ഡെയിലി വിളിച്ച് ഇതിൻ്റെ പ്രോഗ്രസ് പറയണം. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ എൻ്റെ അമ്മയും ആ സമയത്ത് കുറച്ച് സീരിയസ് ആയിരുന്നു. എൻ്റെ അമ്മ അങ്ങനെ സീരിയസ് ആയി ഞാൻ കണ്ടിട്ടില്ല. അമ്മ പറഞ്ഞു, എടാ നീ ഇപ്പം ഓൾറെഡി ഒരു 5 അറ്റംപ്റ്റ് ആയില്ലേ, നീ കുറച്ച് സീരിയസ് ആയിട്ട് ഇതൊന്നിരുന്ന് പഠിച്ചു നോക്കുക, നിനക്ക് കിട്ടും. സോ ഞാൻ ഇവള് വീട്ടിൽ വന്നു. അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. പിന്നെ സാറും 2-3 പ്രാവശ്യം എന്നെ വിളിച്ച് പറഞ്ഞു, ആനന്ദേ ഉഴപ്പരുത്, ഇപ്രാവശ്യം കിട്ടിയേ പറ്റൂ. അപ്പോൾ ഓക്കെ, ഞാൻ ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് പഠിച്ചു. നവംബർ 2016 അറ്റംപ്റ്റ് ഞാൻ നന്നായിട്ട് എഴുതി. സോ അറ്റംപ്റ്റ് കഴിഞ്ഞു. എനിക്കാണെങ്കിൽ ഫേമിലോട്ട് തിരിച്ച് പോകാനേ ഒരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ച് പോകേണ്ട ഫസ്റ്റ് ഡേ ഞാൻ ലീവ് എടുത്തു. പിറ്റേ ദിവസം എങ്ങനെയൊക്കെയോ ഞാൻ ചെന്നു സാറിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട് ഈ ആർട്ടിക്കിൾഷിപ്പിനെ കുറിച്ച്. പക്ഷേ സാർ അന്നത്തെ ദിവസം മൊത്തം ഭയങ്കര ബിസിയായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കാണാം സാറ് അവിടെ ബിസി ആണോ ഫ്രീ ആണോ എന്നുള്ളത്. അപ്പോൾ സാർ ഇങ്ങനെ ഫോൺ കോൾ ആഫ്റ്റർ ഫോൺ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം സാറ് ഫോൺ വയ്ക്കും, ഞാൻ പതുക്കെ എണീക്കും, സാർ പിന്നെയും ഫോൺ എടുക്കും. അപ്പം ഞാൻ ഇരിക്കും, ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ അപ്പം വർക്ക് എന്തോന്നോ ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ടൈപ്പിങ്ങും കുറേ മൗസ് നീക്കലും ഒക്കെ തന്നെ പരിപാടി. അങ്ങനെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ സാർ എന്നെ റൂമിലോട്ട് വിളിപ്പിച്ചു. ഞാൻ ഓഡിയോ റൂമിൽ ചെന്നു. അതുപോലെ പഴയതുപോലെ ആ ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ സാറ് ചോദിച്ചാൽ എന്താണ് ആനന്ദിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, സാർ ആർട്ടിക്കിൾഷിപ്പ്. ആർട്ടിക്കിൾഷിപ്പിന് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, സാർ ആർട്ടിക്കിൾഷിപ്പ് ഓഗസ്റ്റിലല്ലേ നമ്മൾ എൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ സാർ ഇങ്ങനെ നോക്കി, ആനന്ദ് ഇതുവരെ എത്ര അറ്റംപ്റ്റ് എടുത്തു IPCC സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാൻ?
ഞാൻ പറഞ്ഞു ഇതും കൂടെ ചേർത്ത് 6 അറ്റംപ്റ്റ്. സോ 6 അറ്റംപ്റ്റ് എന്ന് പറയുമ്പം ഓരോ അറ്റംപ്റ്റിനും ഓരോ മാസം വെച്ച് 6 മാസം ആനന്ദ് ലീവ് എടുത്തു. അന്നത്തെ ഒരു റൂള് വെച്ചിട്ട് ടോട്ടൽ 3 years ഓഫ് ആർട്ടിക്കിൾഷിപ്പിൽ 150 ഡേയ്സേ നമുക്ക് ലീവ് എടുക്കാവൂ. ഈ 6 മാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 180 ഡേയ്സ് ക്രോസ് ചെയ്തു. അതിൻ്റെ ഇടയിൽ പിന്നെ സിക്ക് ലീവ് വിളിച്ചതും അങ്ങനെ കുറേ ലീവുകളുണ്ടായിരുന്നു. അപ്പോൾ സാർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആനന്ദേ, ഇതെല്ലാം കൂടെ ഞാൻ റീകാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ആർട്ടിക്കിൾഷിപ്പ് തീരണത് ഏപ്രിൽ 2017 ഏപ്രിൽ 2017. നമ്മളിപ്പോൾ നിൽക്കുന്നത് നവംബർ 2016 അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ ഇത് ഈ കാലത്തൊന്നും തീരൂല്ലേ. പിൻ ഡ്രോപ്പ് സൈലൻസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ആനന്ദിന് എത്രയും പെട്ടെന്ന് ഈ ആർട്ടിക്കിൾഷിപ്പ് തീർക്കണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇതിന് കുറേ ഫോമൊക്കെ ഉണ്ട്, അറിയാമോ? ഞാൻ പറഞ്ഞു കംപ്ലീഷൻ ഫോം അല്ലേ? അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആർട്ടിക്കിൾഷിപ്പും നമ്മൾ തീരുമ്പം കുറേ സെറ്റ് ഓഫ് ഫോം ഉണ്ട്, നമ്മൾ ഫില്ല് ചെയ്ത് സാറിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് നമ്മളിത് ഡൽഹിയിലോട്ട് അയക്കണം. അത് പ്ലസ് IPCC ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും പാസ്സായതും കൂടെ ഈ 3 സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് CA ഫൈനൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫോമിനെ കുറിച്ചാണ് സാറ് ചോദിച്ചത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ നവംബർ 2016 സ്റ്റഡി ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഫോമൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് ഫില്ല് ചെയ്ത് ഞാൻ PDF ഡോക്യുമെൻ്റ് ആക്കി എൻ്റെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സാർ ഇപ്പം തന്നെ എടുക്കാമെന്നുണ്ട്, ഓടിപ്പോയി അത് മൊത്തം പ്രിൻ്റ് എടുത്തുകൊണ്ട് ഓടി വന്നു. അപ്പോൾ സാറ് ഇതൊക്കെ നീ എപ്പോൾ ഫില്ല് ചെയ്തു? ഞാൻ ഒരു 2 മാസം മുമ്പേ ഞാൻ ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എൻ്റെ മുഖത്ത് കിട്ടും, ഇതിനൊക്കെ എന്തൊരു ശുഷ്കാന്തി. സാറോടനെ ഫോമൊക്കെ എഴുതി ഒപ്പിട്ട് എല്ലാം സർട്ടിഫൈ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇതിനിപ്പോൾ അയക്കണ്ടേ? ഞാൻ പറഞ്ഞു അയക്കണം. അപ്പോൾ സാറ് പറഞ്ഞു ഇന്നിനി അയക്കാൻ പറ്റില്ല ആനന്ദ്, 2:45 നമ്മുടെ ഫോമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ കൊണ്ടുപോയി അയച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ ഫോമിൽ നിന്ന് ഇറങ്ങി ഓടി ചെന്ന് പോസ്റ്റ് ഓഫീസിൽ സ്പീഡ് പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ ഓടി ഓഫീസിലോട്ട് വന്നു. അപ്പോൾ സാർ ഇങ്ങനെ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ആനന്ദ് എല്ലാ വർക്കും സബ്മിറ്റ് ചെയ്തില്ല, ഇനി ഒന്നും പെൻഡിങ് ഇല്ലല്ലോ? അപ്പോൾ ഞാൻ ചേച്ചിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ മുഖത്തോട്ട് ഇല്ല, എല്ലാ വർക്കും ആനന്ദ് സബ്മിറ്റ് ചെയ്തൊന്നും പെൻഡിങ് ഒന്നുമില്ല. അപ്പോൾ സാറിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് ചേച്ചിയുടെ അടുത്തായിട്ട് പറഞ്ഞു, അപ്പം നാളെ തൊട്ട് ആനന്ദ് ഇല്ല. എന്നിട്ട് സാറ് ചോദിച്ചു ഇനി എന്തുവാ പരിപാടി? ഞാൻ പറഞ്ഞു ഞാൻ പോട്ടെ സാർ. അപ്പോൾ സാർ ഉടനെ ടൈം ആനന്ദ് 3 മണിയേ ആയുള്ളൂ, 5 മണി വരെ ഒരു 2 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോട്ടെ സാർ. സാർ പറഞ്ഞു പൊക്കോ. ഇനി എന്താണ് പരിപാടി? CA ഫൈനൽ എഴുതാനുള്ള പ്ലാൻ വല്ലതും ഉണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ CA ഫൈനൽ എഴുതുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ സാർ ഒരു ഹാൻഡ് ഷേക്കും തന്നു. ഞാൻ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞു. ആ ഫോമിൽ നിന്ന് ഇറങ്ങി എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് ജീവിതം അവിടെ വെച്ച് തീർന്നു. കൃത്യം 1 മാസം കഴിഞ്ഞ് ഡിസംബർ 2016 എൻ്റെ IPCC സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ IPCC സെക്കൻഡ് ഗ്രൂപ്പും പാസ്സായി. ഇതിനൊപ്പം തന്നെ ഇഗ്നോയുടെ ഒരു BCom കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ CA ആർട്ടിക്കിൾഷിപ്പ് പ്ലസ് CA IPCC 2 ഗ്രൂപ്പും കൂടെ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ്സ് വെച്ചിട്ട് ഒരു 5 or 6 സബ്ജക്റ്റ് BComൽ എഴുതിയാൽ മതി. ബാക്കി അവർ ക്രെഡിറ്റ്സ് തന്ന് നമുക്ക് BComൻ്റെ സർട്ടിഫിക്കറ്റ് തരും. ഞാൻ അതിൻ്റെ എക്സാമിന് നവംബറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 2016 ആയപ്പം ഞാൻ എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ IPCC ഞാൻ മൊത്തത്തിൽ ക്ലിയർ ചെയ്തു. ഇഗ്നോയുടെ BComഉം കിട്ടി. സോ ഹാപ്പി. ജാനുവരി 2017 തൊട്ട് ഞാൻ CA ഫൈനൽസിൻ്റെ ക്ലാസ്സിനെല്ലാം ജോയിൻ ചെയ്തു. ഈ CA ഫൈനലിൻ്റെ ക്ലാസ്സസിൻ്റെ ഇടയിൽ ഇരുന്നപ്പം എനിക്കൊരു റെവലേഷൻ ഉണ്ടായി. ഈ റെവലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA IPCC എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് പൊട്ടിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു സ്പാർക്ക് വന്നായിരുന്നു. അതായത് CA ആണോ നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ ഡ്രീം അതാണോ, അതിൻ്റെ പുറകെ ഇനി ഓടണോ? പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി 1 വർഷം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇത് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള പാത, ഇത് തന്നെയാണ് ഡെസ്റ്റിനി. സോ നമുക്ക് ഈ സമയത്ത് ഇത് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അതേ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു റെവലേഷൻ എനിക്കൊരു CA ഫൈനലിൻ്റെ ക്ലാസ്സിനിടയിൽ വെച്ചുണ്ടായി. ബിക്കോസ് ഈ CA ഫൈനലിൽ വരുമ്പോൾ CA ഫൈനൽ ഈസ് എ ഡിഫറെൻറ്റ് ബീസ്റ്റ്. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. എല്ലാവരും പഠിക്കുന്ന ലെവലൊക്കെ ഭയങ്കര ഹൈ ആണ്. ഞാൻ പഠിച്ചിരുന്ന ക്ലാസ്സുകളിൽ 90% പിള്ളേരും ഈ CA ആവണം എന്ന് വാശി പിടിച്ച് വരുന്ന പിള്ളേരാണ്. ആ ഒരു വാശി, ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പാർക്കൊന്നും എനിക്കില്ലായിരുന്നു. ബിക്കോസ് ദിസ് വാസ് നെവർ മൈ ഡ്രീം ടു സ്റ്റാർട്ട് വിത്ത്. ഇതെൻ്റെ അച്ഛൻ്റെ നിന്ന് കടമെടുത്ത ഡ്രീമാണ്. ഒരാളുടെ നിന്ന് കടമെടുത്ത ഡ്രീമിന് വേണ്ടി നമുക്ക് എത്ര ഓടാൻ പറ്റും? ഓൾറെഡി IPCCയും ആർട്ടിക്കിൾഷിപ്പും ആ 3 വർഷം കൊണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഫ്യൂവൽ എല്ലാം ഊറ്റിയെടുത്തു. ഇനി എനിക്ക് എന്തെങ്കിലും ഫ്യൂവൽ ഉണ്ടോ ബാക്കി CA ഫൈനലിനിട്ട് കത്തിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡിഡ്ന്റ് ഹാവ് എനി ക്ലൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിച്ചു, CA തന്നെയാണോ എൻ്റെ ഡെസ്റ്റിനി? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനിയും എത്രത്തോളം അധ്വാനിക്കണം, എത്രത്തോളം പരിശ്രമിക്കണം? CA ഫൈനൽ പാസ്സായി ഞാൻ ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് CA ആയാലും എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യണോ അതോ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പോകണോ? I didn't know like what to do at that time. So I took my time. ഞാൻ ആ 1 വർഷം മൊത്തം ഇരുന്ന് ആലോചിച്ചു. നവംബർ 2017 ഞാൻ ആക്ച്വലി CA ഫൈനൽ അറ്റംപ്റ്റ് ചെയ്യാനിരുന്നത്. ഞാൻ അറ്റംപ്റ്റ് ചെയ്തില്ല.
അമ്മയുടെ അടുത്ത് എന്തൊക്കെ കള്ളം പറഞ്ഞു. ഡിസംബർ 2017 എനിക്ക് ഭയങ്കര ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ അറ്റ് ദിസ് പോയിന്റ് ഞാൻ ഇത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമായി പോകും. ഞാൻ 2-3 എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ആനന്ദ് യു ആർ ക്ലോസ്, ഇത്രയും നാൾ ആനന്ദ് കഷ്ടപ്പെട്ടില്ലേ, IPCC പാസ്സായില്ലേ, ആർട്ടിക്കിൾഷിപ്പ് പാസ്സായില്ലേ, ഇപ്പം ഇത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരം ആവത്തില്ലേ. ചിലർ പറഞ്ഞു, എടാ വിട്ടിട്ട് പോടാ, ലൈക്ക് നിനക്ക് പറ്റൂല എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നീ വിട്ടിട്ട് പോ, നീ ഇത് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എൻ്റെ 2-3 ഫ്രണ്ട്സ് അങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പം ഞാൻ നേരെ എൻ്റെ മെൻറ്ററിൻ്റെ അടുത്ത് തിരിച്ചു പോയി, എൻ്റെ സാറിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ സെൽഫ് ഡൗട്ടിനെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ CA ഇത്രയും നാൾ ഫെയിൽ ആയതിനെ കുറിച്ചും പിന്നെ CA ഫൈനലിൻ്റെ ഇതിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. CA പാസ്സാവുക എന്നതല്ല ദി എൻഡ് ഓഫ് എ സെൻറ്റൻസ്. CA പാസ്സായതുകൊണ്ട് മാത്രം ആരും അങ്ങ് ടോപ്പിലും എത്താൻ പോകുന്നില്ല. പാസ്സായില്ലെങ്കിൽ ആരും ലൈഫിൽ ഫെയിലിയർ ആവാനും പോകുന്നില്ല. there are better options in the world. അതുകൊണ്ട് നീ ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്ക്, whether you wanna continue this or not. Don't waste any more years എന്ന് സാറ് പറയാതെ പറഞ്ഞു. ഞാൻ സാറ് പറഞ്ഞതിൽ നിന്ന്, സാർ എക്സാക്ട്ലി ഇങ്ങനെയല്ല പറഞ്ഞു, പക്ഷേ സാറ് പറഞ്ഞതിൽ നിന്ന് ഇൻഫർ ചെയ്തത് അതാണ്. അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തു, CA അല്ല എൻ്റെ ഡെസ്റ്റിനി. CA ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഈ തീരുമാനം ഞാൻ എടുക്കുന്നത് ജാനുവരി 2018 എൻ്റെ ചുറ്റുമുള്ളവരടുത്തൊന്നും ഞാൻ പറഞ്ഞില്ല. എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ CA എന്ന് തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുന്നു, ഐ വിൽ കം ബാക്ക് സ്ട്രോങ്ങർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഐ ന്യൂ ഐ ആം ലെറ്റിംഗ് ഗോ ഓഫ് CA ഫോർ എവർ. ആ മൊമെൻറ്റിൽ ഞാൻ എടുത്ത ആ തീരുമാനം വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഇൻ മൈ ലൈഫ്. അറ്റ് ദാറ്റ് പോയിന്റ് 2018 ഞാൻ ഓൾമോസ്റ്റ് CA തുടങ്ങിയിട്ട് ഒരു 7 വർഷമായിരുന്നു. ആ 7 വർഷത്തെ റിലേഷൻഷിപ്പാണ് ഞാൻ അവിടെ തീർത്തിട്ട് ഞാൻ വേറൊരു പാത്ത് നോക്കിപ്പോയത്. ഈ 7 വർഷത്തെ CA ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ ഹാപ്പൻസ് ഇൻ എവറിബഡീസ് ലൈഫ്. ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് അതിനെ മാത്രം ആലോചിച്ചുകൊണ്ട് ഡിപ്രഷനിലോട്ട് പോയി അങ്ങനെ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ഓക്കെ വാട്ട് നെക്സ്റ്റ്. നോബഡി ഈസ് സൂപ്പർ ഹ്യൂമൻ. എല്ലാവർക്കും ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മൾ വി വിൽ ഗോ ഡൗൺ, റൈറ്റ്? ഡാർക്ക് നൈറ്റ് സീരീസിൽ പറഞ്ഞ പോലെ വൈ ഡു വി ഫോൾ? സോ ദാറ്റ് വി ക്യാൻ ലേൺ ടു പിക്ക് അവർ സെൽഫ്സ് അപ്പ്. നമ്മൾ ഓരോ പ്രാവശ്യം വീണു പോകുമ്പോഴും നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യുന്നു. ഡിപ്രഷനൊക്കെ അടിക്കാം, ഒരു ദിവസം അതിനു വേണ്ടി മാറ്റി വെച്ചോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത് സംഭവിച്ചു നമ്മുടെ ലൈഫിൽ, വാട്ട് നെക്സ്റ്റ്? ആ ഒരു ധൈര്യം എനിക്ക് തന്നത് ഇത്രയും വർഷത്തെ CA ഫെയിലിയേഴ്സാണ്. പിന്നെ ഒരുപാട് നല്ല പേഴ്സണാലിറ്റീസിനെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു മെൻറ്റോറിനെ കിട്ടി. ഇപ്പോഴും ഞാൻ തിരിച്ച് നാട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് വെക്കേഷന് പോകുമ്പോൾ ഈ 2 സാറന്മാരെയും പോയി കാണാറുണ്ട്. ഓരോ പ്രാവശ്യവും സാറിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോഴും വർഷങ്ങൾ ഇത്രയും കടന്നു പോയെങ്കിലും ഐ ബിക്കം ദാറ്റ് ഓൾഡ് ആർട്ടിക്കിൾ. അങ്ങനത്തെ കുറേ നല്ല എക്സ്പീരിയൻസസും CA എനിക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻഫ്ലുവൻസ് ദാറ്റ് റിലേഷൻഷിപ്പ് ഹാഡ് ഓൺ മീ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത ആഴ്ച പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ദിസ് ഇസ് ആനന്ദ് സൈനിങ് ഓഫ്.